സോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MBBS ഇൻ ഉസ്ബെക്കിസ്ഥാൻ. ഈ ഒരു ഇടയായിട്ട് ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ MBBS ഇൻ ഉസ്ബെക്കിസ്ഥാനെ കുറിച്ച് പല എൻക്വയറീസും കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എത്രയാണ് അവിടുത്തെ ബഡ്ജറ്റ്, എങ്ങനെയാണ് അവിടുത്തെ ക്രൈറ്റീരിയാസ്, എന്തൊക്കെയാണ് എലിജിബിലിറ്റി എന്നീ പല പല എൻക്വയറീസ് ആണ് വരുന്നത്. സോ ഏറ്റവും കോമൺ ആയിട്ട് ഞങ്ങൾക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, MBBS ഉസ്ബെക്കിസ്ഥാനത്തെ ഇന്ത്യയിൽ വാലിഡ് ആണോ? സോ യെസ്, NMC അപ്രൂവ്ഡ് ആയിട്ടുള്ള, അതായത് നാഷണൽ മെഡിക്കൽ കൗൺസിൽ ഇവിടുത്തെ MBBS കോഴ്സും കാര്യങ്ങളും റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ MBBS കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്ന് FMG എക്സാമിനേഷന് ശേഷം ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന രണ്ടാമത്തെ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എലിജിബിലിറ്റി എന്താണ്? സോ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ നിങ്ങൾ നീറ്റ് UG ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജിയിൽ 50% മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിൽ വേണ്ടിയിട്ട് നിങ്ങൾ എലിജിബിൾ ആണ്. ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന മൂന്നാമത്തെ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ രാജ്യം ഒരു സേഫ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അതായത് കാരണം നമുക്ക് വരുന്ന ഒരു എൻക്വയറീസ് നോക്കുകയാണെങ്കിൽ മിക്കതും അച്ഛനോ അമ്മമാരോ ആയിരിക്കും സ്റ്റുഡൻസിന് പകരം നമുക്ക് മെസ്സേജ് അയക്കുന്നത്. സോ അവർക്ക് അവരുടെ ഏറ്റവും വലിയ കൺസേൺ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി, അതായത് തന്റെ മക്കൾ അവിടെ പോയി കഴിഞ്ഞാൽ സേഫ് ആയിട്ടാണോ ഇരിക്കുക എന്ന്. സോ ഡെഫിനറ്റ്ലി ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സേഫസ്റ്റ് ആയ രാജ്യങ്ങളിൽ ഒന്നാണ്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഏറ്റവും കൂടുതലായിട്ട് കോമൺ ആയിട്ട് വരുന്ന ഒരു ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങോട്ടുള്ള ആക്സസിബിലിറ്റി, ആ രാജ്യത്തേക്കുള്ള ആക്സസിബിലിറ്റി. സോ നമ്മുടെ നാട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ ഡൽഹി പോയിട്ട് അവിടെ നിന്ന് ഒരു 3 hours ഫ്ലൈറ്റ് ജേർണി അത്രേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് വിസ ആണെങ്കിലോ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഹേർഡിൽസോ കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്. ആൻഡ് വിസ ഗ്രാൻഡ് ചെയ്യണതിനും അതേമാതിരി നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസയിൽ പോകാനും ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് പോയിട്ട് വരാവുന്ന ഒരു സ്ഥലവുമാണ് ഉസ്ബെക്കിസ്ഥാൻ. സോ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കോമൺ ആയിട്ട് വരുന്ന എൻക്വയറീസ്. പക്ഷെ നിങ്ങൾക്ക് യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾ MBBSന് വേണ്ടിയിട്ട് ഉസ്ബെക്കിസ്ഥാനിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. സോ ഇതൊക്കെ ഡയറക്ട്ലി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ വരുന്ന 21-ാം തീയതി കാലിക്കറ്റിലുള്ള അൽഹിന്ദ് കാലിക്കറ്റ് ടവേഴ്സിൽ ഒരു ഫ്രീ വാക്കിംഗ് സെഷൻ നിങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ താഴെ കാണുന്ന രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ഡെഫിനറ്റ്ലി ബുക്ക് യുവർ സ്ലോട്ട് ആൻഡ് വി വിൽ സീ യു ദേർ. താങ്ക് യു.